കൂട്ടുകാരെ നമസ്കാരം. നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് ബില്ലിലെ യൂണിറ്റ് നോക്കിയിട്ട് നമുക്ക് സാധാരണ കാൽക്കുലേറ്ററിൽ മൊബൈലിൽ കാൽക്കുലേറ്റർ നോക്കിയാൽ നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. KCB കണക്ക് കൂട്ടുന്നത് എങ്ങനെയെന്ന് നോക്കുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന ഒരു കറണ്ട് ബില്ലാണിത്. 21-ാം തീയതി 2080 രൂപയാണ് വന്നിട്ടുള്ളത്. അത് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് ഗൂഗിളിൽ ലഭ്യമാണത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസത്തെ മുൻ റീഡിങ് എന്ന് പറഞ്ഞാൽ 6032 ആയിരുന്നു. നിലവിൽ ഇപ്പോൾ ഉള്ള റീഡിങ് എന്ന് പറഞ്ഞാൽ 6384ആണ്. അപ്പോൾ അത് നമ്മൾ 6384 ഓൾഡ് റീഡിങ് മൈനസ് ചെയ്താൽ നമുക്ക് ഇതുവരെ യൂസ് ചെയ്ത 352 യൂണിറ്റ് ആണ്. അത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ സാധാ കാൽക്കുലേറ്ററിൽ 6384 മൈനസ് 6032 352 യൂണിറ്റ് ശരിയാണ്. ഇനി നമുക്ക് ഒരു യൂണിറ്റിന് എത്ര രൂപ വന്നിട്ടുണ്ടെന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം 2080 രൂപയാണ് ടോട്ടൽ ബില്ല് വന്നത്. ആ 2080 ഹരിക്കണം 352 നമ്മൾ യൂസ് ചെയ്ത യൂണിറ്റ് കൊടുത്താൽ നമുക്ക് എത്ര രൂപക്ക് 5.90 ആണ് അല്ലേ? 5 രൂപയും 90 പൈസയാണ് എനിക്ക് ഒരു യൂണിറ്റ് നമ്മുടെ വീട്ടിൽ വന്നത്. ഇത് പല വീട്ടിലും അല്ല റീഡിങ്ങിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുകയാണ്. KCBയിലെ ആൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഈ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഗൂഗിളിൽ പോയിട്ട് KCB കാൽക്കുലേറ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ എന്ന് കാണും. അത് സെലക്ട് ചെയ്യുക. അതിൽ ഒന്നും ചെയ്യില്ല, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ടോട്ടൽ യൂണിറ്റ് എത്രയാണ് നമ്മൾ യൂസ് ചെയ്തത് ഉപയോഗം 352 യൂണിറ്റ് അല്ലേ, അത് കൺസ്യൂമർ യൂണിറ്റ് എന്നുള്ള ആ ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് കറണ്ട് ബില്ല് തന്ന അതേ കണക്ക് ഇവിടെ കാണാൻ പറ്റും. സബ്മിറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും 6600 എനർജി ചാർജ്, അങ്ങനെ തന്നെയാണ് ബില്ല് വന്നത്. 160 ഡ്യൂട്ടി ചാർജ് ഒക്കെ കറക്റ്റാണ്. ലാസ്റ്റ് 2080 രൂപ. നമ്മൾ കറണ്ട് ബില്ലിൽ വന്ന അതേ റേറ്റ് തന്നെയാണ് ഈ കാൽക്കുലേറ്ററിൽ ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ടുള്ളത്.